കനകോലു കോൺഗ്രസ് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കനകോലുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ ഈ കനകോലു ആരാണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും അറിയത്തില്ല. കനകോലു എന്നുള്ള പേര് മാത്രം അറിയാം. കാരണം കിണർഗോലു എന്ന് CPM-ന്റെ സൈദ്ധാന്തികനായിട്ടുള്ള നികേഷ് കുമാറിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ ആധ്യാത്മിക ആചാര്യൻ അല്ലെ ആത്മീയ ആചാര്യൻ എന്നുള്ള നിലയിൽ കനകോലു ആണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പൊ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, ഏത് കനകോലു വന്നാലും കേരളത്തിലെ കോൺഗ്രസ് നന്നാവില്ല. കോൺഗ്രസ് തന്നെ കോൺഗ്രസിന് ഒരു മാറ്റവും ഇല്ല. ടിപ്പിക്കൽ കോൺഗ്രസ് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിനകത്ത് ഇന്നലെ നമ്മുടെ ലൂസ് ടോക്ക് എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു ചർച്ച ചെയ്തു. അതെ, അതായത് MP-മാര് മുഴുവൻ മത്സരിക്കാൻ പറ്റും, എല്ലാവർക്കും മന്ത്രിമാരാവാനുള്ള നെട്ടോട്ടത്തിലാണ്. അതെ. അപ്പൊ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ ഉണ്ടാവാൻ പോകുന്നു. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നമ്മുടെ MP-മാരെല്ലാം രംഗത്ത് വന്നു. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടത് K. സുധാകരനും നമ്മുടെ അടൂർ ഭാഷ മാത്രമാണ്. ഇപ്പൊ തീർന്നിട്ട് ഇപ്പൊ നീണ്ട പട്ടിക വന്നോണ്ടിരിക്കും. ഇപ്പൊ ഷാഫി പറമ്പിൽ, നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ഇത്രയും പേര് കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരും വരും. എനിക്ക് മന്ത്രിയാവണമെന്ന് അറിയില്ല. അപ്പൊ ഇനി ശശി തരൂരും ഇനി ആരാ വരാനുള്ളത്? ഇനിയിപ്പൊ നിൽക്കുന്ന കൂട്ടത്തിൽ ശശി തരൂരാ ഒരാൾ. KC വേണുഗോപാൽ ഉണ്ടെന്ന് പറയുന്നു ആലപ്പുഴയിലോ. ഉണ്ണിത്താൻ എന്തായാലും ഇല്ലെന്നാണ് തോന്നുന്നത്. ഉണ്ണിത്താൻ അങ്ങനെ ആവാശം ഉന്നയിച്ചിട്ടില്ല. ഉണ്ണിത്താൻ ഇനി അവിടുന്ന് മാറിയാൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഉണ്ണിത്താനും അറിയാം. അതെ. ഇതിനകത്ത് മുൻ KPCC പ്രസിഡന്റ് K. സുധാകരനാണ് ഞാൻ 110% സ്ഥാനാർത്ഥിയുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യനായ സണ്ണി ജോസഫ് അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് സ്വയം സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് അനുയായികൾ ഇന്ദിരാഭവനിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാണ്. ഇപ്പം പാലക്കാട് ഒഴിഞ്ഞു കിടക്കാണ്. ഷാഫി പറമ്പിലിന് അവിടെ മത്സരിക്കാൻ പറ്റും. ശിഷ്യൻ രാഹുൽ മാങ്കൂട്ടം ഔട്ടായ സ്ഥിതിക്ക് ഷാഫി പറമ്പിൽ അവിടെ മത്സരിച്ചാൽ ജയിക്കും. തെറ്റൊന്നും പറയാനുമില്ല, അയാൾ അവിടെ ജയിക്കും. പക്ഷേ ശോഭാ സുരേന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥി. പിന്നെ ഈ ഷാഫി പറമ്പിലിനെതിരെ അവിടെ CPM എന്ത് നിലപാട് സ്വീകരിക്കുന്നൂടെ കണ്ടറിയണം. കാരണം ഷാഫി പറമ്പിലിനെതിരെ CPM അവിടെ നിലപാട് സ്വീകരിച്ചാൽ ശോഭാ സുരേന്ദ്രൻ കയറിപ്പോവും. അപ്പൊ ഇപ്പൊ ഷാഫി പറമ്പിലിനെതിരെ വടകരെ കാവിർ സ്ക്രീൻഷോട്ടും ഒക്കെ കൊണ്ടുവന്ന ആൾക്കാർ അവിടെ എന്ത് പണി നടത്തും അതാണ് തീരുമാനിക്കേണ്ടത്. ഷാഫി പറമ്പിൽ അതിശക്തമായ സ്ഥാനാർത്ഥിയാണ്, ഒരു സംശയം വേണ്ട. സ്ഥാനാർത്ഥിയാണ്. അവര് അവിടെ ശരിക്കും CPM സ്ഥാനാർത്ഥി അപ്രസക്തമാണ്. അവിടെ ആര് വന്നാലും ആരേ ഇല്ല, അവരൊക്കെ കിട്ടാനേ ഇല്ല. അങ്ങനെയാണല്ലോ സരിനെയൊക്കെ പിടിച്ച് അല്ല, CPM ചെല്ലുന്ന ഇതെല്ലാം ബലിയാടുകളാണ്. അത്രേ ഉള്ളൂ. അത് അവിടെ കഴിഞ്ഞു, അവര് തീർന്നു. പിന്നെ ഉള്ളത് MK രാഘവൻ ഏത് സീറ്റിലേക്കാണ്? അതാണ് മനസ്സിലാക്കുക. കോഴിക്കോട് ഏതെങ്കിലും ആയിരിക്കാം. അദ്ദേഹം കോഴിക്കോടിന്റെ MP ആയി ദീർഘകാലമായിട്ടുണ്ടല്ലോ. കണ്ണൂർ ജില്ലക്കാരനാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനായി പോലും കോഴിക്കോടിന്റെ ഒരു രാഘവേട്ടനെ മാറിക്കഴിഞ്ഞ ആളാണ്. അതെ, വളരെ ജനകീയനാണ്. അതെ. അപ്പൊ അതുപോലെ K. സുധാകരൻ 110% കണ്ണൂർ ഉറപ്പിച്ചിരിക്കുന്നു. കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളി ചിലപ്പം കുഴപ്പമുണ്ടാക്കും. ഇതിൽ ഈ 5 ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നതിൽ K. സുധാകരനെയാണ് ഈ കോൺഗ്രസ്സുകാർ ശരിക്കും പേടിക്കേണ്ടത്. കാരണം സുധാകരൻ ഇടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് CPM G. സുധാകരൻ, കോൺഗ്രസ് K. സുധാകരൻ. ഈ 2 സുധാകരന്മാരും കുഴപ്പക്കാരാണ്. അപ്പോൾ അടുത്ത ഒന്ന് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശിന് ഒരുപാട് താല്പര്യമുണ്ട് അടൂരിൽ, പിന്നെ കോന്നി വന്ന്. കാരണം ഇനിയും ഇവര് വേറൊരു സാധ്യത കേന്ദ്രത്തിലൊന്നുമില്ല. MP ആയിട്ട് വെറുതെ അവിടെ പോയിരിക്കാവുന്നേ ഉള്ളൂ. മാത്രമല്ല അദ്ദേഹം അടൂരും കോന്നിയും പത്തനംതിട്ടയും വിട്ടിട്ടാണ് ആറ്റിങ്ങൽ MP ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ പൂർണ്ണ സമയം അദ്ദേഹം അവിടെയൊക്കെ തന്നെ. അതെ, മാത്രമല്ല MP എന്ന് പറയുമ്പോഴും എത്ര ദൂരമാണ് ഒരു ലോക്സഭാ മണ്ഡലം, എത്ര അസംബ്ലി മണ്ഡലം ചേരുന്നതാണ്. എല്ലായിടത്തും ഓടിയെത്താനും പറ്റില്ല. കൊടിക്കുന്നിൽ സുരേഷ് ഒരു അപ്രതീക്ഷിത എൻട്രി ആയിരുന്നു. ഇന്നലെ നമ്മളൊരു ഊഹം വെച്ച് പറഞ്ഞാണ് അടൂര് മത്സരിക്കുമെന്ന്. അപ്പം അത് ഏതാണ്ട് സത്യമാകാൻ പോകുന്ന ഒരു സാഹചര്യം. കാരണം ഒന്നാമത്തെ വിഷയം അടൂര് സ്ഥാനാർത്ഥിയില്ല. അതെ, അടൂര് ഇവർക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി കണ്ണൻ അന്തരിച്ചു പോയി. അതുകൊണ്ട് ഇവർക്ക് ഒരു സ്ഥാനാർത്ഥിയില്ല. പിന്നെ ഇപ്പം അവർ പ്രിജി കണ്ണൻ എന്ന് പറഞ്ഞ CPI കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനാർത്ഥി പുതുമുഖമാണ്. അത് മാത്രമല്ല അവിടെ നിന്ന് വോട്ട് സമാഹരിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. ഇവിടെ കൊടിക്കുന്നിലെ സംബന്ധിച്ചിടത്തോളം 89 തൊട്ട് എത്രയോ വർഷം അടൂർ പാർലമെന്റ് MP ആയിരുന്നു. അടൂർ മണ്ഡലം ഇപ്പൊ ഇല്ല. അതാണ് മാറിയത്. അപ്പൊ അദ്ദേഹം അന്ന് അടൂര് MP ആയിരുന്ന ആളാണ്. പുള്ളിക്ക് അവിടെ സാധ്യതയുണ്ട്, പുള്ളി ജയിക്കുകയും ചെയ്യും അവിടെ നിന്ന് കഴിഞ്ഞു. അപ്പോൾ ജയസാധ്യതയാണ് മാനദണ്ഡമെങ്കിൽ കൊടിക്കുന്നിൽ നല്ല കാൻഡിഡേറ്റ്. പിന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ഉറപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. ഭരണം വന്നാൽ മുഖ്യമന്ത്രിയാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു മറുവശമുണ്ട്. ഈ കച്ചകെട്ടി വരുന്ന എല്ലാവരുടെയും സ്ഥാനം ലക്ഷ്യം മന്ത്രിസ്ഥാനമാണ്, അല്ലേ? അതെ. ഇപ്പോൾ അടൂർ പ്രകാശും സുധാകരനും ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷും MK രാഘവനും ഷാഫി പറമ്പിൽ ഈ വന്ന മുഴുവൻ MP-മാർ ജയിച്ചാൽ ഭരണം കിട്ടിയ ഇവരെല്ലാം മന്ത്രിമാരാണ്.
സുധാകരനൊക്കെ നല്ല വകുപ്പുകൾ തന്നെ ചോദിക്കും, ചെറിയ വകുപ്പൊന്നും. വകുപ്പിന്റെ പേരിൽ അന്നൊരു അടി നടക്കുന്നു. അടി നടക്കും. പക്ഷെ ഇതിനകത്ത് നമ്മൾ മറിച്ചൊന്ന് ചിന്തിക്കണം. LDF വീണ്ടും അധികാരത്തിൽ വരികയും ഇവർ ജയിക്കുകയും ചെയ്താലുള്ള ഒരു അവസ്ഥ ഇതാണ്. വളരെ മാത്രമല്ല, പിന്നെ ഈ 5 സീറ്റ് ബൈ ഇലക്ഷൻ നടത്തണം. ഈ 5 എണ്ണത്തിൽ എത്രണ്ണം കിട്ടുമെന്ന് അറിയത്തില്ല. അതാ പിന്നെ ഇവിടെ LDF ജയിച്ച് തൊട്ട് പുറകെയാണ് പാർലമെന്റ് ബൈ ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ അത് അവർ കൊണ്ടുപോകും. മനസ്സിലായില്ലേ? ആറ്റിങ്ങലെ ഒന്നാമതെ ഇത് കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. ആറ്റിങ്ങൽ എത്രയോ വർഷം LDFിന്റെ കയ്യിൽ നിന്ന് മണ്ഡലമാണ് അത്. അടൂർ പ്രകാശിന്റെ പ്രവർത്തന മികവ് ഒന്നുകൊണ്ട് മാത്രം കിട്ടിയ ഒരു മണ്ഡലമാണ്. പിന്നെ അദ്ദേഹം ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. എതിർ സ്ഥാനാർത്ഥി അതായിരുന്നു. പക്ഷേ അതാണ് ഒരു ഘടകം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അടൂർ പ്രകാശ് കോന്നി മത്സരിച്ച് ജയിക്കുക എന്ന് വിചാരിക്കുക, പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രിയാകാൻ വന്നിരിക്കുന്ന ആളാ, പ്രതിപക്ഷത്ത് വന്നിരിക്കേണ്ടി വരും. അവിടെ ആയിരിക്കും ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം ഒരു കാരണവശാലും LDFന് തുടർഭരണം ഉണ്ടായില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല. അതെ, അല്ല അതിനുള്ള സാധ്യതകളെ നമ്മുടെ കേരളത്തിലെ വോട്ടർമാരെ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത. അതെ, LDFന്റെ തുടർഭരണം ഉണ്ടാകില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. LDFന്റെ തുടർഭരണം ഉണ്ടായാൽ ഈ ആശാന്മാരെല്ലാം കരയ്ക്ക് കയറേണ്ടി വരും. പിന്നെ ഇനി ഇവരെന്ത് ചെയ്യും? ഇനി തിരിച്ച് ഞാൻ വീണ്ടും MP ആകും. അല്ല, മാത്രമല്ല നമ്മൾ ദേശീയ തലത്തിൽ ചിന്തിക്കുമ്പോഴേ ഈ 5 സീറ്റ് കോൺഗ്രസിന് ഇരുന്ന് 5 സീറ്റ് നഷ്ടപ്പെട്ടാനുള്ള അവസ്ഥ ആലോചിച്ചത്. കോൺഗ്രസിന് ആകെ സീറ്റ് 20 സീറ്റ് 19 സീറ്റ് ഉള്ളത് ഇവിടെ മാത്രമാണ്. അത്രേ ഉള്ളൂ. ഇവിടെ മാത്രമാണ് ഈ സീറ്റ്. സംസ്ഥാനത്ത് എത്രയോ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഇല്ല. ഇപ്പം ആകെ അവർക്ക് ഇപ്പൊ അത്യാവശ്യം വന്നൊന്ന് ജയിക്കണമെങ്കിൽ പോലും ആരാ? ആങ്ങളയ്ക്കും പെങ്ങൾക്കും കേരളത്തിൽ വരണം. കാരണം അവിടെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റുകയല്ല. ഇനിയിപ്പം ഇവർ വിചാരിക്കുന്ന അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ UPA സർക്കാരിന് അധികാരത്തിൽ വരാമെന്നാണ്. വെറുതെയാണ്, അതൊക്കെ മലർപ്പൊടിക്കാരുടെ സ്വപ്നമാണ്. BJPയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവർ ആരും കൂട്ടുപിടിച്ച് അവർ മുന്നോട്ട് കൂട്ടും. അപ്പം നിലവിലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ MP രാജിവെച്ച് ഇവിടെ മത്സരിക്കാൻ വരുന്ന ആത്മഹത്യാപരമാണ്. ഭരണം കിട്ടുമെന്ന് കണ്ടോണം. അത് ഇത് 2019 കേന്ദ്രത്തിലോട്ട് പോയ അതേ അവസ്ഥ ഉണ്ടാവും. കേന്ദ്രത്തിൽ ഭരണം കിട്ടും, മന്ത്രിമാരാകാമെന്ന് പറഞ്ഞു പോയ ആശാന്മാരായതെല്ലാം PK കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ട് പോയിട്ട് അതേ സ്പീഡ് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പം ഇതിനകത്ത് ഇത്തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് അതോടുകൂടി UDF വിടും. UDF വിടുന്നതോടെ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് തീർന്നു. അല്ല, UDFൽ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ലീഗ് മാത്രമല്ലേ ഉള്ളൂ. കോൺഗ്രസ്സുകാർക്ക് പറ്റത്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കാണിക്കുന്ന വളരെ ആത്മഹത്യാപരമാണ്. അപ്പം നമ്മൾ അതിനിടയ്ക്ക് പറയണം, 2 ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം പുറത്തു വന്നു കഴിഞ്ഞു. വൈഷ്ണവ് സുരേഷ് തിരുവനന്തപുരത്ത് നേമത്ത് സ്ഥാനാർത്ഥിയാണ്. നേമത്ത് എന്ന് പറയുന്നത് നേമം രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സീറ്റാണ്. പിന്നെ അവിടെ നിന്നായിരുന്നല്ലോ നേരത്തെ രാജഗോപാൽ ജയിച്ചത്, MLA ആയിരുന്നു. BJPക്ക് കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും വിലയിരുത്തപ്പെടുന്ന സീറ്റാണ് നേമത്ത് അവർ വൈഷ്ണയെ ഇറക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരു വലിയ പ്രമുഖനായ ഒരു വ്യക്തിക്കെതിരെ ഒരു യുവതിയെ, അതും CPMകാരൻ്റെ കയ്യിലിരിപ്പ് കാരണം കേരളത്തിൽ പ്രശസ്തയായി മാറിയ ഒരു യുവതിയാണ്. അതെ, എല്ലാവരും ഓർക്കുന്നുണ്ടാവും. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവരെ വോട്ട് വെട്ടിക്കളഞ്ഞാണ്. അവർക്ക് മത്സരിക്കാൻ പറ്റില്ല, അവരെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പം പെങ്കൊച്ച് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത്, അതും CPMന്റെ കുത്തക സീറ്റ് പിടിച്ചെടുത്ത ആളാണ്. അല്ല, മാത്രമല്ല ഇപ്പോഴും ഈ ന്യൂജൻ ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ടത് അവരുടെ തലമുറയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് മത്സരിക്കാൻ വരുന്നത്. അവർ ചെറുപ്പക്കാരറങ്ങും. അതുപോലെ അരുവിക്കരയിലേക്കാണ് VS ശിവകുമാർ തിരുവനന്തപുരം സെൻട്രലൊക്കെ വിട്ടത്. എൻ്റെ മണ്ഡലം, എനിക്ക് വോട്ടുള്ളത് അരുവിക്കര. രക്ഷയില്ല. എനിക്ക് ഒന്നുമില്ല. കോൺഗ്രസിന്റെ സീറ്റാണോ? സിറ്റിംഗ് സീറ്റാണോ? അല്ലല്ലോ. അല്ല, സ്റ്റീഫൻ CPM ആണ്. 1991 മുതൽ നിരന്തരമായി G. കാർത്തികൻ, പിന്നെ അദ്ദേഹത്തിന്റെ മകനെ ജയിച്ചിരുന്ന ആദ്യം ആരനാടായിരുന്നു, അരുവിക്കരയായി. പക്ഷെ കഴിഞ്ഞ തവണയാണ് സ്റ്റീഫൻ ജയിക്കുന്നത്. പക്ഷേ സ്റ്റീഫൻ ആ മണ്ഡലത്തിൽ വളരെ ആഴത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നിഷേധിക്കാനാവാത്തൊരു കാര്യമാണ്. ഈ വട്ടിയൂർക്കാവിൽ മുരളീധരൻ, K. മുരളീധരൻ വലിയ പാടാ. വട്ടിയൂർക്കാവിൽ അതെ വട്ടിയൂർക്കാവ് BJPക്ക് മുൻതൂക്കമുള്ള മണ്ഡലമാണ്. പക്ഷേ പ്രശാന്ത് ആണല്ലോ അവിടുത്തെ MLA. പ്രശാന്തിനെ തോൽപ്പിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് വട്ടിയൂർക്കാവ്. ഈ പ്രശാന്ത് പറഞ്ഞതുപോലെ ഭയങ്കര ജനകീയനാണ്. അപ്പോൾ അതൊക്കെ ഇത് UDFകാർ ഞങ്ങൾക്ക് ഇപ്പം ഭരണം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഓരോ ജില്ലയും കൊല്ലത്തും വന്നിട്ടുണ്ട്. ബിന്ദുകൃഷ്ണ സ്ഥിരം സ്ഥാനാർത്ഥി ബിന്ദുകൃഷ്ണ കൊല്ലത്തുണ്ട്. പത്തനാപുരത്ത് പ്രതീക്ഷിച്ച പോലെ ജ്യോതികുമാർ ചാമക്കാലയുണ്ട്. ഐഷ പോറ്റി കൊട്ടാരക്കരയിലുണ്ട്. ബാക്കി ഘടകകക്ഷികളുടെ സീറ്റൊക്കെ പിന്നാലെ എത്തും. എന്താണെങ്കിലും ശരി, ഈ കോൺഗ്രസിന്റെ MP മത്സരിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതിന് ഹൈക്കമാൻഡ് ഇതിന് അനുമതി നൽകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഒരു സമ്മർദ്ദം ചെലുത്തിയ ഹൈക്കമാൻഡ് പഴയ ഹൈക്കമാൻഡ് അല്ല, ദുർബലമായ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഇപ്പോൾ KC വേണുഗോപാൽ. അതാണ്
കെ സി വേണുഗോപാലാണ് ഹൈക്കമാൻഡ്. അദ്ദേഹം തീരുമാനിക്കും. അദ്ദേഹത്തിന് മത്സരിക്കണേ അദ്ദേഹം മത്സരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരെ ഒരു എംപിക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കും. ഉറപ്പ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സുധാകരനും കെ സി വേണുഗോപാലും മാത്രം മത്സരിക്കട്ടെ, അല്ലെ കൊടിക്കുന്നിൽ മത്സരിക്കട്ടെ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ബാക്കിയുള്ളവർ പ്രശ്നം ഉണ്ടാകും. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടികയെ പ്രഖ്യാപിക്കുമ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു അടിയാണ്. ഇത്തവണ അത് ഉണ്ടാകുന്നു. കനകോൽ ഇവിടെ തന്നെ തുടരുമ്പോൾ കനകോൽ ഇതെല്ലാം കണ്ടിട്ട് പോകുമെന്നുള്ളത് ദൈവത്തിനറിയാം. എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വരും ദിവസം അടി പൊട്ടാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം.